ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ആമിന റസൂൽ ഓതിയാൽ കിട്ടുന്ന അത്ഭുത ഫലങ്ങളെക്കുറിച്ചാണ്. ആമിന റസൂൽ ഓതിയാലുള്ള അത്ഭുത ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിൽ പലരും ആയത്തുൽ കുർസിയും നാരിയ സലാത്തും ഒക്കെ ഓതുന്നതിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ആമിന റസൂൽ അത്രയധികം ഫലങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് എന്നൊന്നും നമ്മൾ പലർക്കും അറിയില്ല. അറിയുന്നവരുണ്ട്, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ്. ആ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ഈ ആയത്തുകൾക്ക് പറയുന്നതാണ് ആമന റസൂലു. ഇതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇത് ഓതുന്നവർക്ക് വളരെയധികം പ്രതിഫലമുണ്ട്. എന്നാൽ ഇത് മനഃപ്പാഠമാക്കുന്നവർക്ക് അതിലേറെ പ്രതിഫലമുണ്ട്. ഇത് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ഓതണമെന്ന്, എന്തൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങളെന്നും നമുക്ക് നോക്കാം. ഇത് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ഓതണമെന്നും ഓതിയാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഉള്ളതെന്നും നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ അള്ളാഹു നബി തങ്ങൾക്ക് 3 സമ്മാനങ്ങൾ നൽകി. ഏതൊക്കെയാണ് ആ സമ്മാനങ്ങൾ? 5 വക്ത് നിസ്കാരമാണ് ഒന്നാമത്തേത്. 2 ആമന റസൂല് എന്ന സൂറത്തുൽ ബക്കറയുടെ 2 ആയത്തുകളാണ്. നബി തങ്ങളും അള്ളാഹുമായുള്ള ഒരു വാഗ്ദാനമാണ് മൂന്നാമത്തേത്. അപ്പോൾ അള്ളാഹു നബി തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തിട്ടുള്ള 2 ആയത്തുകളാണ് സൂറത്തുൽ ബക്കറയുടെ ഈ ആയത്ത്. ഈ ആമന റസൂല് ഹദ്ദാദ് റാത്തീബിൽ ഓതാറുണ്ട്. അതുപോലെ മറ്റു സമയങ്ങളിലൊക്കെ ഈ ആയത്ത് ഓതേണ്ടതാണ്. അത്രമാത്രം പ്രതിഫലമാണ് ഇത് ഓതുന്നവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ആമന റസൂലു എന്ന ഈ ആയത്തുകൾ ഓരോ ദിവസവും അവൻ കൃത്യമായി ഓതുകയാണെങ്കിൽ ഷിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അവൻക്ക് പുറത്തു തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും, രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ മതി. ഈ ആമന റസൂൽ ഓതിക്കഴിഞ്ഞാൽ നബി തങ്ങൾ ആമീൻ പറയുമായിരുന്നു. കാരണം ഇത് ഒരു ദുആയാണ്. ദുനിയാവും ആഖിറവും എല്ലാം ചോദിക്കുന്ന ഒരു ദുആയാണ്. അതുകൊണ്ടാണ് ഇത് ഓതിക്കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അർഷിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട ഒരു നിധിയാണ് ആമന റസൂലു എന്ന 2 ആയത്തുകൾ. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഈ 2 ആയത്തുകൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പഠിപ്പിക്കണേ, അതുപോലെ നിങ്ങളുടെ മക്കളെയും നിങ്ങൾ പഠിപ്പിക്കണേ എന്ന്. കാരണം അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണ് ആമന റസൂലു എന്നത്. വീണ്ടും നമുക്ക് കാണാം, ഈ ആമന റസൂൽ എന്നുള്ളത് ഒരു ദുആയാണ്. 7 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദുആയാണ്. നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും പരലോകവുമായ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും ഉണ്ടാവണം എന്നുള്ള നേട്ടങ്ങളുള്ള 7 ദുആകൾ ചേർന്നിട്ടുള്ള ആയത്താണ് ആമന റസൂലു. ഇതിൻ്റെ മറ്റൊരു മഹത്വം എന്ന് പറയുന്നത്, ഈ ആയത്തുകൾ ഓതുന്ന ഒരു മനുഷ്യൻ അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണ്. അതുപോലെ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ 2 ആയത്തുകൾ ഓതണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ ഇത് രോഗങ്ങൾക്കുള്ള ഷിഫയാണ്. എന്തെങ്കിലും വിഷമങ്ങളോ ടെൻഷനോ ഉള്ള സമയത്ത് ഈ ആയത്ത് 3 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചത്ത് ഊതിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു ടെൻഷനുകൾ മാറ്റിത്തരും. ഈ 2 ആയത്തുകൾ അല്ലാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഓതുന്നവനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ രാത്രിയിൽ ഒരു മനുഷ്യൻ ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹുവിനോട് കൂടുതൽ അടുക്കുവാനും അവൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കുവാനും അത് കാരണമാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയുകയാണെങ്കിൽ ഇതൊരു ദുആയാണ്, ഖുർആനിൻ്റെ ആയത്താണ്, ഇതൊരു ദിക്റും കൂടിയാണ്. ഈ ആമന റസൂലു ഒരാൾ രാത്രിയിൽ ഇശാ മഗ്രിബിനിടയിൽ ഓതിക്കഴിഞ്ഞാൽ അവൻക്കത് മതിയാവുന്നതാണ്. അതായത് നിസ്കരിക്കുന്നതിന് തുല്യ പ്രതിഫലം കിട്ടുന്നതാണ് ഈ 2 ആയത്തുകൾ ഓതിയാൽ. അത്രയേറെ പ്രതിഫലമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ആയത്തുകളാണ് ഈ ആമന റസൂലു എന്നത്. ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, താങ്കൾക്ക് ഖുർആനിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്ത് ഏതാണ്? വീണ്ടും ആ സ്വഹാബി നബി തങ്ങളോട് ചോദിക്കുന്നു, ഏത് ആയത്തിൽ പറഞ്ഞ നേട്ടങ്ങളാണ് താങ്കളുടെ ഉമ്മത്തീങ്ങൾക്ക് ഉണ്ടാവാൻ നബി തങ്ങൾ ആഗ്രഹിക്കുന്നത് നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2 ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. അതായത് ആമന റസൂലുവാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ എൻ്റെ സമുദായത്തിന് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടതും ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളാണെന്ന് സൂചിപ്പിക്കുകയാണ്. മഹാനായ അലിയുബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി രാത്രി ആയത്തുൽ കുർസിയും ആമന റസൂലും ഓതാതെ കിടക്കുകയില്ല. ഈമാനോടുകൂടെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കിടക്കുന്നതിനു മുമ്പ് ആയത്തുൽ കുർസി ആമന റസൂലും ഓതിയിട്ട് വേണം കിടക്കാൻ. അതുപോലെ ശത്രുക്കൾ, അത് മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, ജന്തുക്കളാവട്ടെ, എന്തായാലും എല്ലാത്തിൽ നിന്നും കാവൽ ഉണ്ടാവും. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെയും നമുക്ക് അള്ളാഹുവിൻ്റെ വലിയ കാവൽ കിട്ടിക്കൊണ്ടേയിരിക്കും ഈ ആമന റസൂൽ ഓതിയാൽ. അതുപോലെ കണ്ണേറ്, സിഹിർ, അസൂയ, കരിനാക്ക് തടയാനും ഇത് ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്താൽ ബുദ്ധികൂർമ്മത ഉണ്ടാവുന്നതാണ്. പിന്നെ പറയുന്നത്, ചെറിയ കുട്ടികളുടെ തൊട്ടിലിൽ അതിൻ്റെ കയറിലോ പടിയിലോ ആമന റസൂലു എഴുതിയ ഒരു പേപ്പർ അതിൽ സുരക്ഷിതമായി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ഇത് മനഃപ്പാഠമാക്കി എല്ലാ ദിവസവും ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിത വിഭവത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കുന്നതാണ്. മക്കൾ, ബിസിനസ്, കുടുംബം എല്ലാത്തിലും അള്ളാഹു ബർക്കത്ത് കൊടുക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത്, വീട്ടിലോ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലോ ഇത് എഴുതി വെക്കുകയോ ഓതുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ വിജയവും ബർക്കത്തും അള്ളാഹുവിൻ്റെ ഹൈറും ഉണ്ടാവുന്നതാണ്. അതുപോലെ രോഗങ്ങൾ മാറാനും മാറാരോഗികളാകാതിരിക്കാനും 11 ദിവസം തുടർച്ചയായി ഇശാ മഗ്‌രിബിനിടയിൽ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. രോഗികളായവർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇരിക്കുന്ന സമയത്ത് വലിയ ഘോരമായ ഒരു ശബ്ദം കേട്ടു. നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ആ ശബ്ദം കേട്ടത് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, നബിയെ, അത് ആകാശത്ത് ഒരിക്കലും തുറക്കപ്പെടാത്ത ഒരു വാതിൽ തുറന്നതിന്റെ ശബ്ദമാണ് കേട്ടത്. അതിൽ നിന്നും ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഒരു മലക്ക് വരുന്നുണ്ട്. ആ മലക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നബിയെ, താങ്കൾക്ക് 2 പ്രകാശങ്ങൾ അള്ളാഹു പറഞ്ഞു. ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ എന്ന പ്രകാശമാണ്. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയുടെ 2 ആയത്തുകളാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് അള്ളാഹു നബി തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഇറക്കി കൊടുത്തത്. പക്ഷേ ആമന റസൂലു എന്ന ഈ ആയത്തുകൾ അത് നബി തങ്ങൾക്ക് അള്ളാഹു നേരിട്ട് കൊടുത്തതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ വന്നിട്ട് ഇസ്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആമന റസൂലു ഒന്ന് ഓതി കേൾപ്പിച്ചാൽ മതി, അവൻക്ക് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാകുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒന്നാണ് ഈ ആമന റസൂലു. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അത് ഓതാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമന റസൂൽ അറിയാത്തവർക്കായി ഇവിടെ കൊടുക്കുന്നുണ്ട്.